ഹേ ഗൈസ്, ഇന്ന് ജൂലൈ 11. ദിവസങ്ങൾ എത്ര പെട്ടെന്ന് വന്നു. വെള്ളിയാഴ്ചയാണെന്ന്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റെന്റ് വാങ്ങാൻ ഷോപ്പിൽ പോയത്. റൂമിലെ വെള്ളം കഴിഞ്ഞ് എംടി ബോട്ടിൽ പുറത്ത് കൊണ്ടുവച്ചു. അത് അവിടുന്ന് കമ്പനിക്കാർ എടുത്ത് കൊണ്ടുപോയിക്കോളും. അതും അവിടെ കൊണ്ടുവച്ച് വാഷ്റൂമിൽ വന്ന് ഫ്രഷായി നേരം പള്ളിയിലേക്ക് വിട്ടു. പതിവിലും മാറ്റമില്ലാതെ ഈ വെള്ളിയാഴ്ചയും റോഡിൽ മുസല്ല വിരിച്ച് നിസ്കരിച്ചു. ഞാനിപ്പോൾ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ അടുത്ത് തന്നെ 3 പള്ളികളുണ്ട്. 3 പള്ളികളിലും അവസ്ഥ ഇത് തന്നെ. അത്രയും ആൾക്കാർ കൺജസ്റ്റഡായി താമസിക്കുന്ന സ്ഥലമാണിത്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരെ കടയിൽ പോയി അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണി ഇല്ലാതെ എന്ത് വെള്ളിയാഴ്ച? അതവിടെ ഇരുന്ന് കഴിച്ചു. മൂപ്പറാണ് ഷോപ്പിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. മൂപ്പർ കാസർഗോഡുകാരനാണ്. പിന്നെ നേരെ സ്പിന്നീസിലേക്ക് വെച്ച് കുടിച്ചു. ഇന്നെന്താണെന്ന് അറിയില്ല, ഭയങ്കര ചൂടാണ് ദുബായിൽ. ഹ്യൂമിഡിറ്റിയും കഠിനമായ ചൂടും. ദുബായ് ഗവൺമെന്റിന്റെ പ്രത്യേകം അറിയിപ്പുണ്ട്, 12 മണി മുതൽ 4 മണി വരെ പുറത്തിറങ്ങാൻ പാടില്ല എന്ന്. ഷോപ്പിലെത്തിയ പാടെ ഒരു ആഫ്രിക്കൻ സുഹൃത്ത് ഒരു സിമ്മുമായി വന്നു. ഇയാളുടെ സിം ആക്ടിവേഷൻ ചെയ്യാനാണ്. ഞാൻ ആ സിം വാങ്ങി പരിശോധിച്ച് നോക്കിയപ്പോൾ നിർഭാഗ്യവശാൽ ദുബായ് ടെലികോമിന്റെ നിയമപ്രകാരം ടൂറിസ്റ്റുകളുടെ സിമ്മുകൾ തേർഡ് പാർട്ടി ഷോപ്പുകൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നേരെ അയാളെ ഓഫീസിലേക്ക് അയച്ചു. അത് കഴിഞ്ഞൊരു കസ്റ്റമർ വാച്ചിന്റെ സ്ട്രിപ്പ് 5-6 നോക്കി. അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തു. പിന്നെ അത് വേണ്ട എന്ന് പറഞ്ഞു. വല്ലാത്ത ചതിയായി പോയി. ലാസ്റ്റ് അയാളുടെ മൊബൈലിന് ഒരു കവർ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ പള്ളിയിലേക്ക് പോയി അവിടെ കുറച്ച് ഇരുന്ന് റെസ്റ്റ് എടുത്തു. നിസ്കരിച്ച് നേരെ അടുത്തുള്ള ഗ്രോസറിയിൽ പോയി ഒരു മെഷീൻ ചായയും കേക്കും ട്രൈ ചെയ്തു. മെഷീൻ ചായ മധുരം ഭയങ്കര കൂടുതലാണ്. തിരിച്ചു നേരെ ഷോപ്പിലെത്തിയപ്പോൾ ഒരു സുഹൃത്ത് എല്ലാം കഴിച്ച് 4 വൈക്കാക്കി വെച്ചിട്ടുണ്ട്. ഇയാളുടെ മുഖം കണ്ടപ്പോൾ എന്തോ ഒരു മുഖപരിചയം, എവിടെയോ ഇയാളെ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത. പിന്നെ പെട്ടെന്നാണ് മനസ്സിലായത്, ഇയാൾ 3 ദിവസം മുന്നേ ഇങ്ങനെ ഒരു സാധനം കഴിച്ചു വെച്ച് പോയതാണ്. ഇയാളുടെ ഗെയിമിന്റെ ജോയ് സ്റ്റിക്ക് വർക്ക് ചെയ്യുന്നില്ല. അത് പെട്ടെന്ന് റെഡിയാക്കി കൊടുത്തു. ഇത് നമ്മുടെ ഷോപ്പിന്റെ നേരെ മുന്നിലുള്ള ഫ്ലവർ ഷോപ്പാണ്. കാണുന്നത് പോലെ ഒരാളെ സന്തോഷിപ്പിക്കാൻ ഈ പൂവ് വാങ്ങണമെങ്കിൽ 150 മുതൽ 250 ദിർഹംസ് വരെ കൊടുക്കണം. സമയം പോയത് അറിഞ്ഞില്ല. 12 മണി കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വിട്ടു. അങ്ങനെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.